ചേട്ടൻ, അമ്മ, അനിയൻ ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള വാക്കുകളാണ്. അതിൻ്റെ വില കളഞ്ഞു കുളിക്കുന്ന കുറേ ജന്മങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. അങ്ങനെ കുറച്ച് നാൾ മുന്നേ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കുറച്ച് പേരുണ്ട്. ചേട്ടൻ എന്ന് വളരെ റെസ്പെക്റ്റോടു കൂടി, ആദ്യം ആളുടെ ഏജ് അറിയില്ലായിരുന്നു, പക്ഷേ പിന്നീട് ഏജ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ റെസ്പെക്റ്റോടു കൂടി ചേട്ടനായിട്ട് കാണുകയും എന്താ പറയുക, വളരെ ഒരു അനിയത്തിയുടെ കടമകളൊക്കെ കുടുംബത്തൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും കൂടി ഒരു അനിയത്തിയുടെ കടമകളൊക്കെ ചെയ്യുകയും ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷെ തിരിച്ച് കിട്ടിയത് അത് വേറൊരു രീതിയാണ്. അതിപ്പോൾ ഏതോ ഒരു ചതിയും വഞ്ചനയും കൂടപ്പിറപ്പായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പെണ്ണിന് വേണ്ടി, അവളെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് ചേട്ടൻ, ആ വാക്കിനൊക്കെ അതിൻ്റേതായ പവിത്രതയുണ്ട്. ഇപ്പം ലൈവിൽ ഒരുപാട് പേര് നമ്മൾ ചേട്ടൻ എന്ന് വിളിക്കുന്നുണ്ട്, നമ്മൾ അറിയാത്തവരെയും പരിചയമില്ലാത്തവരെയും ഒക്കെ വിളിക്കുന്നുണ്ട്. അതൊരു പ്രശ്നമല്ല. പക്ഷെ നമ്മളുടെ ജീവിതത്തിലേക്ക് അടുത്ത് വരുമ്പോൾ ഈ ഒരു ബന്ധം വെച്ച്, ചേട്ടൻ എന്നൊരു ബന്ധം വെച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് അടുത്ത് വരുമ്പോൾ അതിൻ്റേതായ മാനേഴ്സ് കീപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ചേട്ടൻ എന്ന് വിളിച്ച വാഗുകൊണ്ട് തന്നെ പലതും വിളി കേൾക്കേണ്ടതായിട്ട് വരും. അത് കേൾക്കുകയും ചെയ്യണം. അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ പറയുന്നത്, ഈ മോണിറ്റൈസേഷൻ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഈ ചേട്ടൻ അനിയൻ കളിച്ച് വന്ന് ലൈവിൽ നിൽക്കുന്നവർക്ക് ദയവ് ചെയ്ത് അത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അതിൽ നമ്മൾ ഉൾപ്പെടുത്തി അതിന് മുന്നേ നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, പണമായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങുകയെന്നുണ്ടെങ്കിലും പിന്നീടും പ്രശ്നം ഉണ്ടാകും ഫാമിലിയിൽ. അതുകൊണ്ട് അത് മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ എന്താ പറയുക, മോണിറ്റൈസേഷന് കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഏജൻസികൾ പ്രത്യേകം ഉണ്ട്, അവർക്ക് തന്നെ കൊടുക്കുക. പൈസ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ വിചാരിക്കും ഇവർ ചിലപ്പോൾ മുൻകൂട്ടി പണം വാങ്ങിയേക്കാം ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നമ്മൾ ചിലപ്പോൾ അത് കണ്ടിട്ടായിരിക്കാം, ഒരുപക്ഷെ അത് ചെയ്തു തരുമല്ലോ, എന്തായാലും നമ്മൾ ആ പൈസ കൊടുക്കണമല്ലോ എന്നൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മളാണെങ്കിൽ കൊടുക്കുന്നത്. പക്ഷെ അവർ ചതിക്കുകയും ചെയ്യും. അവസാനം സമയമാകുമ്പോഴത്തേക്ക് അവർക്ക് നേരവും കാണത്തില്ല, ഒന്നും കാണത്തില്ല. എൻ്റെയും ലൈവിൽ ചേട്ടനെന്നും പറഞ്ഞു തന്നാൽ അയാളും അതുപോലെ തന്നെ ചെയ്തത്. എല്ലാമൊക്കെ ആദ്യമായിട്ട് തന്നെ, പക്ഷെ ഞാൻ തന്നെ ചെയ്തു. ഫുൾ മോണിറ്റൈസേഷന് വളരെയധികം സ്റ്റെപ്പുകളുണ്ട്, കറക്റ്റായിട്ട് ചെയ്യണം, ഞാൻ സഹായിക്കാം, എനിക്ക് അയച്ചു തന്നാൽ മതി, ഞാൻ ചെയ്തോളാം എന്നുള്ള രീതിയിലൊക്കെ ആദ്യം പറഞ്ഞിട്ട് അതിലെങ്കിലും എനിക്കുണ്ടായ നഷ്ടം നികത്തിയാണ്. ആ വൃത്തികെട്ടവൻ അതും ചെയ്തില്ല. ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ള ഫ്രോഡുകൾക്കൊന്നും ഇത് കൊടുക്കരുത്. കാരണം പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെയുള്ള വലിയ ചാനലുകളുണ്ട്, ആ ചേട്ടന്മാരുടെ കയ്യിലേ കൊടുക്കാവുള്ളൂ. ഇങ്ങനത്തെ ഫോളുകളൊക്കെ കുറേ പേര് മാറ്റി ഇറങ്ങും. ഇനി മോണിറ്റൈസേഷൻ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസയും ഇതൊക്കെ പറ്റിയിട്ട് ലാസ്റ്റ് മോണിയുടെ സമയമാകുമ്പോഴത്തേക്ക് ഇവൻ കൈയൊഴിയും. അത്രയും നാളും ഇല്ലാത്ത തിരക്കുകൾ വരും. കുട്ടികളെ പഠിപ്പിക്കണം പോലും നല്ലതായിരിക്കും. നീയൊക്കെ ഈ അഴിഞ്ഞാട്ടക്കാരൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ വളരെ നന്നായിരിക്കും. ആദ്യം സ്വയം നന്നാവും. അവൻ സ്വയം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല, നമ്മൾ എങ്ങനെയാണെന്ന് നമുക്കറിയാമെന്ന്. അങ്ങനെ തന്നെ എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ കള്ളന്മാർക്കും അഴിഞ്ഞാട്ടക്കാർക്കും മറ്റ് ക്രിമിനൽ ജോലി ചെയ്യണവർക്കും എല്ലാവർക്കും അവരുടേതായ ന്യായങ്ങൾ കാണും എന്ന് പറഞ്ഞ് സമൂഹത്തിൻ്റേതായ കുറച്ച് നീതി ന്യായങ്ങളുണ്ടല്ലോ, അത് കീപ്പ് ചെയ്യാത്തവനെന്നും ചേട്ടനെന്ന മുട്ടനെന്ന മനുഷ്യനെന്ന വിളിക്കാൻ അർഹതയില്ല. അപ്പോൾ ഈ മോണിറ്റൈസേഷൻ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് ചാനൽ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അതൊരു മെയിൻ പോയിൻ്റാണ്. നല്ല ബന്ധം സ്ഥാപിച്ച് വന്ന് നിങ്ങളെ പറ്റിക്കും. അതുകൊണ്ടാണ്